മലയോര മേഖലയിൽ കുറച്ച് ദിവസമായി വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു റിട്ടയർമെന്റ് പോസ്റ്റ് തേടിയാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. അത് ഒരു ഗവൺമെന്റ് സർവീസിനോ ആർമി സർവീസിനോ ഒന്നുമല്ല. 3 പതിറ്റാണ്ട് കാലമായി ഒരു തെങ്ങുകയറ്റ് ജോലിയിൽ നിന്നും റിട്ടയർ ചെയ്ത ലാലു ചേട്ടനാണ് ഈ ഒരു പോസ്റ്റ് സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരിക്കുന്നത്. ചേട്ടാ, ഇങ്ങനെ ഒരു പോസ്റ്റ് ഇടാനുണ്ടായിരുന്ന കാരണം എന്താണ്? അതെന്നാ വെച്ചാൽ ഫോൺ വിളിച്ചിട്ട് ഓരോരുത്തരോട് പറയുന്നേക്കാൾ ഏറ്റവും എളുപ്പമാണ് ഇന്നത്തെ കാലത്ത് സോഷ്യൽ മീഡിയയിൽ നമ്മളൊരു പോസ്റ്റ് ചെയ്യുകയാണെങ്കിൽ എല്ലാവരും പെട്ടെന്ന് അറിയും. അതിന്റെ പേരിലാണ് ഇങ്ങനെ പോസ്റ്റ് ഇട്ടത്. എത്ര വർഷക്കാലമായി ഇപ്പം ഈ ഏകദേശം 28 കൊല്ലം കഴിഞ്ഞാണിപ്പോൾ ഈ ഫീൽഡിൽ ഇറങ്ങിയിട്ട്. ഇപ്പം സുഖമില്ലാത്തതിന്റെ പേരിൽ നിർത്തുകയാണ്. ആരോഗ്യ പ്രശ്നം കാരണമാണ് ഇപ്പം നിർത്തുന്നത്. അതെല്ലേ. ഏതൊക്കെ ഏരിയയിലായിരുന്നു ഇങ്ങനെ പോയിട്ടുണ്ട്? ഞാനിവിടെ കുണ്ട, കോലുള്ളി, പാലായിൽ നിന്ന് പ്ലിങ്ങോം, നമ്മുടെ മലയോര മേഖലയിലായിരുന്നു കൊടുക്കുന്നത്. ഇപ്പം ഇങ്ങനെ ഒരു ജോലി വിടുകയാണ്, എന്നാല് ഈ തെങ്ങായിട്ട് ജോലിയിലേക്ക് വരാൻ ആളുകൾക്ക് ഭയങ്കര മടി, അല്ലെങ്കിൽ ആളുകളെ കിട്ടാനുള്ള ഒരു വലിയ ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടായിരിക്കും ഇങ്ങനെ ആളുകൾക്ക് ഇങ്ങോട്ട് വരാൻ ഒരു മടി ഉണ്ടാവുന്നത്? അതെന്നാ വെച്ചാൽ ഇപ്പൊ നമ്മള് നേരത്തെ കയറിക്കൊണ്ട് വരും. ഇപ്പൊ തെങ്ങിന് ഏകദേശം 80 90 അടി പൊക്കമായി. അതുകൊണ്ട് ആൾക്കാർക്ക് മടി ഉണ്ടാവും, അത് കയറി പറിക്കാൻ വിഷമം ഉണ്ടാകും വരാത്തത്. ഈ അധ്വാനത്തിനനുസരിച്ച് ഉള്ള ഒരു വേതനം കിട്ടുന്നില്ല എന്നുള്ളൊരു തോന്നുന്നു. വേതനം കിട്ടായിക്കൊന്നുമില്ല. ഇപ്പോഴത്തെ വേതനം കുഴപ്പമൊന്നുമില്ല. ഒരു തെങ്ങിന് 50 രൂപ കിട്ടുന്നുണ്ട്. കുഴപ്പമൊന്നുമില്ല. ഇപ്പം ഈ ഏരിയയില് ചേട്ടനല്ലാതെ ആൾക്കാർ ഇവിടെ പഠിക്കാനുണ്ട്. ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് അവിടെ എല്ലാം. അധികം ജോലി കിട്ടാറുണ്ടോ? ജോലിക്ക് ഒരു പഞ്ഞമില്ല. ഇഷ്ടംപോലെ പണിയുണ്ട്. പോസ്റ്റ് എല്ലാരും കണ്ടിട്ടുണ്ടാവല്ലേ, നാട്ടുകാരും വീട്ടുകാരും ഒക്കെ. എങ്ങനെയായിരുന്നു ഇങ്ങനെ ഒരു പോസ്റ്റിന്റെ പോസ്റ്റിനുള്ള കാരണം തന്നെ ഇതാണ്. നമ്മൾ ഓരോരുത്തരും ഇങ്ങനെ വിളിച്ചു പറയണം. അപ്പം പ്രതികരണം വെച്ചാൽ അടുത്തൊരാളെ അവർക്ക് കിട്ടണമെങ്കിൽ ശേഷം പ്രശ്നമുണ്ട്. ആ ഒരു വിഷമം എല്ലാവരും പറയുന്നത്. തുടക്കത്തില് എങ്ങനെയായിരുന്നു? തളയിട്ടിട്ടായിരിക്കില്ല തേങ്ങക്കാര് കൊണ്ടുവരുന്നത്? തുടക്കത്തിൽ തളയായിരുന്നു. അത് കഴിഞ്ഞ് കാലൊന്ന് മുറിഞ്ഞു കഴിഞ്ഞപ്പോൾ മിഷനിലേക്ക് മാറിയതാണ്. മിഷനിലേക്ക് മാറുമ്പോ ഇങ്ങനെ എളുപ്പം ആണോ? കുഴപ്പമില്ല, പണി നമ്മൾ പഠിക്കില്ലേ. ഇപ്പം ഒരുപാട് പേര് ഇപ്പൊ കുടുംബശ്രീയിലൊക്കെ സ്ത്രീകളെയൊക്കെ ഈ തെങ്ങായിട്ട് ജോലിയിലേക്ക് കൊണ്ടുവരുന്നുണ്ടല്ലോ. കൊണ്ട് എല്ലാവരും വരുന്നുണ്ടെന്ന്. ഇത് എടുക്കാൻ പറ്റാത്തതുകൊണ്ടല്ലോ. ആൾക്കാർക്ക് മലയാളിയെ സംബന്ധിച്ച് മടിയായിട്ടല്ലേ, അല്ല പണി ഇല്ലാഞ്ഞിട്ടല്ലോ. കുറെ ദൂരങ്ങളിൽ നിന്നൊക്കെ വിളിക്കുമ്പോ എങ്ങനെയാണ് പോവാൻ? ഒരുപാട് ദൂരമൊന്നും പറ്റില്ല. ഈ അടുത്തുള്ള പ്രദേശത്തൊക്കെ മാത്രമേ വിളിക്കുള്ളൂ. ഈ ജോലിയിൽ നിന്ന് വിരമിക്കാണല്ലോ. അപ്പൊ ഇനിയുള്ള കാലം എങ്ങനെയായിരിക്കും? ഇനി തേങ്ങ പൊതിക്കാൻ പോകും, പിന്നെ കാട് വേക്കാൻ പോകുന്നുണ്ട്. പണിക്ക് പഞ്ഞില്ല, പണി ഇഷ്ടം പോലെ. അടുക്കള ഇനി സ്മാർട്ട് ആക്കാം. അടുക്കള ഒരുക്കാൻ ഇനി സ്റ്റൈലൻ വഴികൾ. നിങ്ങളുടെ പ്രിയപ്പെട്ട ഗൃഹലക്ഷ്മി ഇതാ പുതിയ ഭാവത്തിൽ. പ്രഷർ കുക്കർ, ഗ്യാസ് സ്റ്റൗ, ഇൻഡക്ഷൻ കുക്ക് ടോപ്പ്, മിക്സി തുടങ്ങി അടുക്കളയിലേക്ക് വേണ്ടതെല്ലാം. പ്രമുഖ ബ്രാൻഡുകളുടെ സ്റ്റീൽ, അലുമിനിയം, സെറാമിക്, ബ്രാസ് ഉൽപ്പന്നങ്ങളുടെ വമ്പിച്ച ശേഖരണം ഇപ്പോൾ ഒരൊറ്റ കിടക്കീഴിൽ. ഏറ്റവും പുതിയ ഗിഫ്റ്റ്സും ആകർഷകമായ ഫെസ്റ്റിവൽ ഓഫറുകളും നിങ്ങളെ കാത്തിരിക്കുന്നു. കൂടെ വിശ്വസിക്കാവുന്ന ക്വാളിറ്റിയും മികച്ച സർവീസും. ഷോപ്പിംഗിന് ആഘോഷമാക്കാം. ഇന്ന് തന്നെ സന്ദർശിക്കൂ ഗൃഹലക്ഷ്മി. നിങ്ങളുടെ വിശ്വസ്തത ഞങ്ങളുടെ